കുട്ടു ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. കുട്ടിമണിയെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ മനസ്സിൽ ശ്രമിക്കുന്നു. ഞാൻ തളർന്നു പോകും. അതൊന്നുമില്ല, മനുഷ്യൻ നോണ പറയാ. അതാ ഞാൻ പറഞ്ഞ. അപ്പോ ശിവയെ കൊണ്ട് ഉപകാരമുണ്ടല്ലോ. ഞങ്ങളെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതിൽ ഉപകാരം. കുഞ്ഞിനു വേണ്ടി എന്തു സഹായത്തിനും ഒരുക്കമാണെന്ന് പൂക്കോടി സഞ്ജുവിനോട് ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കുട്ടിമണിയെ ഒരാൾ പിന്തുടരുന്നു. നീ എനിക്ക് ജീവനൊന്നും തരണ്ട, ഒരു ജീവിതം തന്നാ മതി. കുഞ്ഞിനെ തിരികെ തന്നാൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് നകുലൻ സീതയോട് പറയുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് താലി ഊരിയെറിഞ്ഞ നീ പിന്നെ ആ ബാലനെ ഓർത്തിരിക്കുവാണോ? സീതയെ തിരികെ വിളിക്കാൻ സുഭദ്ര മയിലുമൊത്തു വരുന്നു. തുടർന്ന് കാണുക. ബാലന്റെ സ്ഥിതി വളരെ മോശം. മനസ്സിന്റെ സമനില തെറ്റിയ പോലെയാ പെരുമാറ്റം. രാത്രിയിലൊക്കെ സീതക്കായെ വിളിച്ച് എണീച്ചിരുന്ന് കരയും. അല്ല, ഒരിക്കലും അല്ല, അഭിനയമല്ല. സീതക്ക വയലോരം വീട്ടിലേക്ക് വരണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് തേടി പിടിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയതല്ല എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചെടുത്ത് പെങ്ങക്ക് കൊടുത്തതായാണ്. അക്ക, ഞാൻ വീണ്ടും വീണ്ടും പറയും, അത് കുട്ടിമണിയുടെ കുഞ്ഞ് തന്നെയാക്കാം. അക്കയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി. അതിന് നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് കണ്ടുപിടിക്കാം. അതിന് അധിക ദൂരം സഞ്ചരിക്കേണ്ട കാര്യമില്ല. മൈലമ്മേ, നീ എന്നോട് ഇത് മാത്രം സംസാരിക്കരുത്. നിന്നെ ഇറക്കി വിടണമെന്നോ തടയണമെന്നോ ഒന്നും എനിക്കില്ല. നിനക്ക് എന്നോട് എന്ത് സംസാരിക്കാം. പക്ഷേ അത് എന്റെ കുഞ്ഞല്ലാന്ന് മാത്രം നീ മിണ്ടരുത്. അത് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ഒന്ന് ചെന്ന് സീതക്കോട് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാൻ? കൊച്ച് അവളുടേതല്ലെന്ന് പറഞ്ഞ് പിന്നെയും അവളെ വേദനിപ്പിക്കാനോ? അതൊന്നും വേണ്ട. അതല്ലമ്മ, ബാലനൻ തകർന്ന ഉള്ളിന്റെ ഉള്ളിൽ സീതക്കാവും തകരുന്നുണ്ട്. പുറമെ എത്ര ദേഷ്യം കാണിച്ചാലും ബാലണ്ണനോട് സീതക്കാക്കുള്ള സ്നേഹം എനിക്കറിയാം. ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ. 5 മിനിറ്റ്. നിങ്ങൾ എങ്ങോട്ട് പോവാ? നിങ്ങളെപ്പോലെ നേരും നെറിയില്ലാത്ത വൃത്തികെട്ട സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നന്ദിയില്ലാത്ത ജന്തു. തന്നോട് ഞാൻ എന്ത് നന്ദികളോടോ കാണിച്ചത്? എന്താന്നോ, വയലോരം വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ളവരാ ഞങ്ങൾ. ഞങ്ങളുടെ കൊച്ചിനെ ഒരു ദിവസം അവിടുന്ന് കാണാതായിട്ടും ഞങ്ങളൊന്നൊരു പ്രശ്നം പോലും ഉണ്ടാക്കിയില്ല. നിങ്ങളെ വാലം വേറെ കല്യാണം കഴിച്ചപ്പോഴും കോമാളികളെ പോലെ ഞങ്ങളവിടെ വന്ന് നിന്നില്ലേ? നിങ്ങളൊരു വൃത്തികെട്ട ജന്മമാണെന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്.
നിങ്ങളെപ്പോലുള്ളവരെ വീട്ടിൽ കയറ്റത്തില്ല, ഒരു തുള്ളി വെള്ളം പോലും തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പോയേ. ആ ചെല്ല്. ആ പോയാട്ടെ. സീതക്ക, മൈലമ്മ പോയില്ലേ? പോവാ. അതിനു മുമ്പ് അക്ക ഇതൊന്ന് കേക്ക്. ബാലണന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യമോ? എനിക്കൊന്നും കേൾക്കണ്ട മൈലമ്മേ. ആ മനുഷ്യനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്റെ മനസ്സിൽ കയറില്ല, സങ്കടം തോന്നുകയില്ല. എന്റെ മുഖത്ത് നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്നിട്ട് പറയും ബാലണന്റെ ഈ അവസ്ഥയിൽ സങ്കടമില്ലെന്ന്. എത്രത്തോളം വെറുപ്പ് കാണിച്ചാലും എത്രത്തോളം വെല്ലുവിളിച്ചാലും സീതക്കാടെ ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ കണ്ണ് നിറഞ്ഞില്ലേ, അതതിന്റെ തെളിവാ. ഇല്ല മൈലമ്മേ, സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് ഉറഞ്ഞുപോയി. ഇനി അത് ഉണർത്തിയെടുക്കാൻ എന്നെ കൊണ്ടാവില്ല. നാളെ കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ടുവച്ചാലും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്കാവില്ല, സ്നേഹിക്കാനും ആവില്ല. എനിക്കെന്നല്ല, ലോകത്ത് ഒരു പെണ്ണിനും അതിന് കഴിയില്ല. എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ നിനക്കത് മനസ്സിലായേനെ. അക്ക, നമ്മുടേതൊക്കെ ഒരു ചെറിയ ജീവിതമല്ലേ, അതില് ഇത്രയും വലിയ വാശികൾ പാടില്ല. ബാലണന് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാ, അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ചെയ്താ സീതക്കാക്ക് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിരിക്കും അത്. ആയിക്കോട്ടെ, എന്റെ ജീവിതം തന്നെ ഒരു മുറിവാ, എപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിവ്, ഓരോ നിമിഷം കഴിയും തോറും ആഴം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിവ്. ആ മുറിവിനൊരല്പം കൂടി നീറ്റൽ കൂടുമായിരിക്കും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. മൈലമ്മേ, ആ മനുഷ്യന്റെ വക്കാലത്തുമായി ഇനി ഇങ്ങോട്ട് വരരുത്. നാളെ അയാൾ മരിച്ചു എന്നറിഞ്ഞാൽ പോലും ഞാൻ വരില്ല. കാരണം എന്റെ മനസ്സിൽ അയാൾ എന്നേ മരിച്ചു കഴിഞ്ഞു. നിന്റെ ഉപദേശം കഴിഞ്ഞോ? എങ്കിലും സ്വന്തം ഭാര്യയെ ചതിച്ചതിന്റെ വക്കാലത്തുമായിട്ട് നീ വന്നല്ലോ കൊച്ചൻ. സീതക്കയുടെ അമ്മാമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം പെങ്ങൾക്കായി ഒരു ജീവിതം മാറ്റിവെച്ച ആളാ നിങ്ങൾ. നിങ്ങള് കുട്ടിമണിയെ ബാലണൻ ഇഷ്ടപ്പെടുന്നതിനെ എതിർത്ത് പറയരുത്. ബാലണൻ സ്വന്തം പെങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തു. സ്വന്തം ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ മോഷ്ടിച്ചെടുത്ത് കൊടുത്തിട്ടാണോ ത്യാഗം ചെയ്യുന്നത്? ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തു പറഞ്ഞാലും നിങ്ങളെ വിശ്വസിക്കില്ല. അതിന് മറുപടിയായി ഞങ്ങള് നഷ്ടപ്പെട്ടു പോയ ബാലണ്ണന്റെയും സീതക്കായുടെയും കുഞ്ഞിനെ മുന്നിൽ കൊണ്ടുവന്ന് തരും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് ഒറ്റ നോട്ടത്തെ തിരിച്ചറിയാൻ കഴിയും സ്വന്തം കുഞ്ഞിനെ. ആ ദിവസത്തിനായി കാത്തിരുന്നോളൂ. അമ്മ വാ പോവാം.
ഹലോ. ഞാനാടാ മനസ്സില ശിവ. നിനക്കിത്തിരി സാമ്പത്തിക പ്രയാസമുണ്ടല്ലേ? ബില്ലിട്ടപ്പോൾ എമൗണ്ട് കൂടിപ്പോയെന്ന് പറഞ്ഞ് സാധനങ്ങൾ കുറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. പഞ്ചസാരയൊക്കെ 1/2 കിലോയിൽ ഒതുക്കി. കുഞ്ഞിനുള്ള പോഷകാഹാരമെങ്കിലും നിനക്ക് വാങ്ങാമായിരുന്നു. പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ. നീ എവിടെ നിന്നാണ് വിളിക്കുന്നേ? നിന്റെ തൊട്ടടുത്ത് നിന്ന്. ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ട് മനസ്സിൽ. നിന്റെ കടം തീർത്തിട്ട് ഞാനിനി തിരിച്ചു പോകും. എടാ, എന്നാ പിന്നെ എന്തിനാ നീ മറച്ചു നിൽക്കുന്നേ? നേർക്ക് നേരെ വാ. അതല്ലേ ആണുങ്ങളുടെ ലക്ഷണം. ആണുങ്ങളുടെ ലക്ഷണമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ആണത്തം കൂടിപ്പോയതുകൊണ്ടായിരിക്കും പോലീസിനെ പേടിച്ച് ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് മുങ്ങിയത്. നിന്റെ സമയം അടുത്തു മനസ്സിലാ. നിന്നെ തീർത്തേക്കനാ മതികല പറഞ്ഞിരിക്കുന്നത്. നിന്റെ ആ പൊട്ടിപ്പെണ്ണിനെ ഇല്ലാതാക്കണം. അതിനാടാ ഞാൻ ജീവൻ പോലും പണയം വെച്ച് ജയിലിൽ ചാടിയത്. പോലീസേ എൻ്റെ പുറകിലുണ്ട്. അവരെന്നെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം എനിക്ക് ചെയ്തു തീർക്കണം. പറ, എവിടെയാ നിന്റെ താമസം? എല്ലാം അറിയുന്നവനല്ലേ നീ? ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പഞ്ചസാരയുടെ തൂക്കം വരെ അറിയുന്നവൻ. എന്നിട്ടാണോടാ നാണോ ഇല്ലാതെ ഞാൻ താമസിക്കുന്ന സ്ഥലം ചോദിക്കുന്നത്? കണ്ടുപിടിക്കും. എന്നിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും, എങ്ങും പോവില്ല. അല്ലെങ്കിൽ നിന്നെ കാണണമെന്നേ ഞാനും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കണക്കുകളൊക്കെ നേരിട്ട് തന്നെ തീർക്കാം, മുഖാമുഖം. വാടാ, ഞാൻ കാത്തിരിക്കാം. മരിക്കാൻ പോകുമ്പോഴും ഇത്ര ചങ്കുറ്റം നീ കാണിക്കണം മനസ്സിലാ. നീ എന്തുണ്ടാക്കുന്ന? മരിക്കാതെ 100-500 കൊല്ലം ജീവിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. മരിക്കാനൊട്ട് പേടിയില്ലടാ. നീ ചത്ത നിന്റെ പൊട്ടിപ്പെണ്ണ് തനിച്ചായി പോവും ഈ ലോകത്ത്. അതോർക്കുമ്പോൾ മാത്രമാ സങ്കടം. കുട്ടിമണിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവൾക്കൊരു സങ്കടവും വരരുതെന്നാ എൻ്റെ ആഗ്രഹം. എന്ന് വെച്ച് ആരുടെയും കാല് പിടിക്കാനോ യാചിക്കാനോ ഒന്നും ഞാൻ വരില്ല. നിന്നെപ്പോലുള്ള കീടങ്ങളെ ചങ്കൂറ്റത്തോടെ നേരിടാൻ തന്നെയാ എൻ്റെ തീരുമാനം. ചിരിക്കണ്ടടാ. നീയുള്ള സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. കണക്കുകൾ അങ്ങനെ തീർക്കടാ. ഇനിയധികം വൈകിലടാ. ഉടനെയുണ്ട് ആ കൂടിക്കാഴ്ച. മനസ്സിൽ ഞാൻ ഒറ്റയ്ക്കാ. നീ വേണമെങ്കിൽ ആളെ കൂട്ടിക്കോ. എനിക്കൊരുത്തൻ്റെ സഹായം വേണ്ടടാ. അത് നിനക്ക് മനസ്സിലാവും ഉടനെ. ചെല്ല്. നിന്റെ കുട്ടിമണിയും കുഞ്ഞുമണിയും തനിച്ചല്ലേ? അവർക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ചെല്ലടാ. കുട്ടു 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 മനുഷ്യ. ഓ, കുഞ്ഞുമണി ഭയങ്കര കഴിച്ചിലായിരുന്നു മനുഷ്യ. കുഞ്ഞുമണിച്ച് വേണ്ടതേ സ്നേഹമൊന്നും അല്ല, ഭക്ഷണമാ ഭക്ഷണം. വിശക്കുമ്പോ അത് കൊടുത്തോണ്ടിരുന്നാ മതി. പിന്നെ കുഞ്ഞുമണി കരയത്തേയില്ല. കുഞ്ഞുമണി എവിടെ? മോനെത്തിയോ? എന്തു പറ്റും മോനെ? ഒന്നുമില്ല. ഇതങ്ങ് അകത്ത് വെച്ച്. കുട്ടു, ഒന്നിങ്ങോട്ട് വന്നേ. വാ. എന്നാ മനുഷ്യ? കുട്ടു, ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടുവിന് വിഷമം തോന്നുന്നു. എനിക്ക് വിഷമിക്കാനൊന്നും അറിയത്തില്ല മനുഷ്യ. എനിക്കെന്തെങ്കിലും സംഭവിച്ച കുട്ടു എന്ത് ചെയ്യും? എന്റെയും മനുഷ്യനൊന്നും സംഭവിച്ചാതെ ഞാൻ നോക്കും. സംഭവിച്ചു വയ്ക്കുക. സംഭവിച്ചില്ലല്ലോ. നമ്മള് വനദുർഗ ക്ഷേത്രത്തിൽ പോയി പാത്രിച്ചില്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തോന്നത്? പ്രപഞ്ചം. അത് തന്നെ പ്രപഞ്ചം. അത് കാട്ടോളൊന്ന് മനുഷ്യൻ തന്നെയല്ലേ വന്നേ? അതൊക്കെ ശരിയാ. എന്നാലും മനസ്സിനൊരു ധൈര്യമില്ല. ഒരു കാര്യം മാത്രം കുട്ടിമണി ഓർത്താ മതി. ചുറ്റും ശത്രുക്കളാ.
ആരെയും വിശ്വസിക്കരുത്, ചതിക്കും. എനിക്കെന്തെങ്കിലും പറ്റിയ അത് വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണം. ഞാൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നീ പിന്നെ ഇവിടെ നിൽക്കരുത്. മുത്തിയും മുരുകനും പിച്ചളയും നിന്നെ സഹായിക്കും. നീ വയലൂരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വയലോരം വീട് വേണ്ട മനുഷ്യ, എനിക്ക് ഇഷ്ടമല്ല. അല്ലല്ല എനിക്കിഷ്ട. അവിടെയാണല്ലോ എന്റെ എല്ലാരും താമസിക്കുന്നത്. എനിക്കിഷ്ടം, എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടം. കുട്ടു, കുഞ്ഞിനെ ഒരു കാരണവശാലും സീതയടുത്തേക്ക് വിട്ടുകൊടുക്കരുത്. ഇത് നമ്മുടെ കുഞ്ഞാ. ഇതിനെ ചൊല്ലി ഒരു തർക്കം വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പിച്ചളയോട് പറഞ്ഞോളാം. പിച്ചള വേണ്ടത് ചെയ്തോളും. അല്ല മനുഷ്യ എങ്ങോട്ടാ പോന്നെ? അത് പോകേണ്ടി വരും ഉടനെ. ഒരാളെ കാണാൻ. അവനുമായിട്ട് കുറെ കണക്കുകൾ പറഞ്ഞ് തീർക്കാനുണ്ട്. അതിനിടയിൽ ചിലപ്പോൾ കൊല്ലാൻ അവൻ ശ്രമിക്കും. ചാവാതിരിക്കാൻ ഞാനും. കൊല്ലലും ചാവലും ഒന്നും വേണ്ട മനുഷ്യ. കുട്ടിയോണിച്ചാനും ഇഷ്ടേ അല്ല. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ചിലപ്പോൾ അത് വേണ്ടി വരും കുട്ടു. നമ്മൾ എത്ര ഒഴിഞ്ഞാലും അത് നമ്മളെ തേടി വരും. എനിക്ക് നിന്നെ കുഞ്ഞിനെ ഓർത്ത് മാത്രമേ സങ്കടമുള്ളൂ. നീ ഒരു പാവ. നിന്നെ എല്ലാരും കൂടി പറ്റി. അതൊന്നും നടക്കത്തില്ല. എന്നെ പ്രപഞ്ചനെ രക്ഷിച്ചു. മനുഷ്യൻ ധൈര്യമായിട്ടിരിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. നീ കുഞ്ഞിനെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. വാ കുഞ്ഞി വാ. നമ്മളെ പ്രപഞ്ചം രക്ഷിച്ചു. ഒന്നും സംഭവിച്ചില്ല കേട്ടോ. മോനെ, ഇതിരിക്കട്ടെ, ഉപയോഗം വരും. വെച്ചോ. വാ അമ്മ. അമ്മ വാ പോവാം. അമ്മ, ബാലണ്ണനോട് നമ്മൾ ഇനി എന്തു പറയും? അത് തന്നെ മോളെ ഞാനും ആലോചിക്കുന്നത്. സീത തിരിച്ചു വരുന്നതും കാത്തിരിക്കുക എന്റെ ബാലൻ. അവള് തിരിച്ചു വന്നാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവന്റെ മനസ്സിന്. പക്ഷേ സീതക്ക തിരികെ വരില്ലല്ലോ അമ്മ. സീതക്ക വരണമെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യും മോളെ? കുട്ടിമണിയുടെ കുഞ്ഞ് തന്റേതാണെന്ന് വിശ്വസിച്ചിരിക്കുകയല്ലേ സീത? എന്തായി അപ്പച്ചമ്മേ, സീതടുത്തേക്ക് വരുമോ? ആ കാര്യം തന്നെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന രവിയണ്ണ. സീതക്കയുടെ അമ്മയും അമ്മാവനുമാ സീതക്കായെ കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നത്. അവരുടെ പെരുമാറ്റം കണ്ടാൽ നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാ. അവരുടെ കുഞ്ഞിനെ കുറിച്ച് അവർക്കുള്ളതുപോലത്തെ വിഷമം നമുക്കും ഇല്ലേ? പിന്നെ ബാലന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് യാതൊരു മനപ്രയാസവും ഇല്ല. സീതയെടുത്തിയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ബാലേട്ടന്റെ മനസ്സ് കൈവിട്ടു പോകും. കവലപ്പെടാതിങ്ങ രവിയണ്ണ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എല്ലാം നേരെയാവും. ആലോചിച്ചിട്ട് എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല മക്കളെ.
വയലോരം വീട്ടിലേക്ക് മരുമക്കൾ ഓരോന്നായി വലതുകാലി വെച്ച് വന്നു കയറി അന്നു മുതൽ തുടങ്ങിയതാ ഈ ശാപം. അന്ന് തന്നെ എന്റെ അച്യുതൻ പോയില്ലേ? അമ്മ, എന്നെ ഇത് ഇനി അതൊന്നും ഓർക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ കരകയറണമെന്നാണ് നമ്മളിനി ആലോചിക്കേണ്ടത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാരണവുമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ സീത. പിന്നെ 3 മാസം കഴിഞ്ഞ് ഗർഭിണിയായി അവൾ തിരിച്ചു വന്നപ്പോഴും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാ എൻ്റെ ശാരദ. എന്നിട്ടും സീതയ്ക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതമ്മ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ സീതക്കാരുടെ മാനസികാവസ്ഥ ആകെ മാറിപ്പോയി. അത് നമ്മൾ മനസ്സിലാക്കണം. ഓ, ഒരു കുഞ്ഞ്. ഈ ലോകത്ത് അവള് മാത്രമേ ഉള്ളൂ ഒരു അമ്മ. ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞ അകത്ത് സ്വബോധമില്ലാതെ കിടക്കുന്നത്. ആ വിഷമം എന്താരും മനസ്സിലാക്കാത്തത്? അമ്മ, വിഷമിക്കാതെ അപ്പച്ചമ്മേ. ഇവിടെ തന്നെ നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് വാ. അകത്തേക്ക് കയറി ചെല്ലുന്നത് അവന്റെ മുമ്പിലേക്കല്ലേ? എടുത്തോണ്ട് നടക്കുന്ന പ്രായമായിരുന്നെങ്കിൽ ഞാൻ നോക്കിയേനെ എന്റെ കുഞ്ഞിനെ. എന്റെ പരുത്തിക്കാവിലമ്മേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. പാവം, അമ്മയുടെ മനസ്സാകെ നേറിപ്പടയുവാ. ഇതിന് മാത്രം എന്ത് മഹാപാപമായാലും ഞങ്ങൾ ചെയ്തത്? ഇതെല്ലാം ആ മതികളാക്കാവുടെ പ്രവൃത്തിയുടെ ഫലം. പക്ഷെ അത് അനുഭവിക്കുന്നത് നമ്മളാണെന്ന് മാത്രം. രവിയണ്ണനാ ഇപ്പൊ ഈ വീടിന്റെ താങ്ങും തണലും. ആ ബലത്തിലാ ബാലണ്ണനും പെരിയപ്പാവും അമ്മാവും ഒക്കെ ജീവിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഞാൻ പോയിട്ട് വരാം. ശരി. സാറേ, ആ കയറി വാ. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടായിരുന്നു? ആരും കണ്ടിട്ടില്ല സാറേ. എടാ, നിന്നോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കണോ? എടാ, ഈ പോലീസ് ക്വാർട്ടേഴ്സിൽ ഒന്ന് കൂടിക്കാഴ്ച നടത്തിക്കൂടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇതാണ് പറയുന്നത്, കള്ളന്റെ വഴി പോലീസ് കഴിഞ്ഞാൽ പോലീസും കള്ളനാവുമെന്ന്. എന്റെ അയ്യപ്പൻകുട്ടി സാറേ, ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഒരു കള്ളനും പോലീസും കളിയല്ലേ. നമ്മൾ പിടിച്ചു എന്ന് വിചാരിക്കുമ്പം പിടി കിട്ടില്ല. ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുമ്പം പതിയെ കാര്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും. നിർത്തടാ നിന്റെ വേദാന്തം. ഞാനൊരല്പം മനുഷ്യപ്പറ്റുള്ള പോലീസ് ഓഫീസറായിപ്പോയി. അതെല്ലാം നീയൊക്കെ നന്നായിട്ട് മിസ്യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു സാറേ, കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഞങ്ങളുടെ കലിയുഗ വരദനായ അയ്യപ്പൻകുട്ടി സാറിനെ ദർശിക്കാതെ എങ്ങനെയാ കാനനവാസത്തിന് പോവുക? ഡാടാ, അധികം ഡയലോഗൊന്നും വേണ്ട. നീയൊക്കെ കൂടെ എന്നെ കെട്ടിയിടിച്ച് അടങ്ങുമല്ലേ? എടാ, പുതിയ സർക്കാർ വന്നതിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന പുതിയ SP ഉണ്ടല്ലോ, ഇഴയും നൂലും വേർതിരിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥനാ. അവളുടെ പേരെന്താ? ബാലന്റെ ഭാര്യ സീത. അവള് മോളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. SP എന്നെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുട്ടിമണിയും മനസ്സേജനും കുഞ്ഞുമണിയൊക്കെ സേഫ് അല്ലേ? ഡബിൾ സേഫ്. പക്ഷേ ആ ശിവ നമ്മളുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചു സാറേ. ഇനിയിപ്പം ശിവയും ഞങ്ങളുടെ പുറകെ കൂടും. കാരണം അവന്റെ ലക്ഷ്യവും ആ കുഞ്ഞാണ്. പക്ഷേ അവന് ഞങ്ങളുടെ അടുത്ത് എത്താൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല സാറേ. നീ അവനങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യണ്ട. അവനാണല്ലോ ഒരു സൈക്കോയാ. പോരാത്തിന് ഇപ്പൊ ജയിലും ചാടിയിരിക്കുക. എന്തും ചെയ്യാം. അവനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം. അത് പിന്നെ പറയണോ സാറേ? അവൻ എന്റെ പിന്നാലെ കൂടുന്നതിന് മുമ്പ് ഞാൻ അവന്റെ പിന്നാലെ കൂടും സാറേ. അവന്റെ എല്ലാ കളികളും പണത്തിനു വേണ്ടിയാണ്. അവന്റെ പിന്നിൽ ആ മതികലയാണെന്ന് സാറിനറിയാലോ. ജയിലിലിരുന്നും അവൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ദൈവം തമ്പുരാനായിട്ട് അവളുടെ മണി ബാങ്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സാറേ. പിന്നെ മാണിക്യമംഗലത്തെ തമ്പി സാറ് അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച് സാർ അറിഞ്ഞോ? അക്കാര്യം മൈലം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു പുതിയ നീക്കമാണ്. എന്തെങ്കിലും കാണാതെ തമ്പി അങ്ങനൊരു മൂവ്മെന്റ് നടത്തില്ല. ഇക്കാര്യം മതികല അറിഞ്ഞോ? അറിയാൻ വഴിയില്ല. കോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ അവകാശി ആ കുഞ്ഞാവുമ്പം വീണ്ടും പ്രശ്നങ്ങൾ കൂടുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പോലീസിന് സറണ്ടർ ചെയ്ത്
നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾ ഇപ്പം താമസിക്കുന്ന ഒരു ഒളിവിൽ താമസിച്ചു കഴിഞ്ഞാൽ പോലീസിന് സംശയം കൂടുകയും അന്വേഷണം നിങ്ങളുടെ പറയാവുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ സീത കൊടുത്ത പരാതിയുടെ പേരിൽ ടാർഗറ്റ് ബാലനായിരിക്കും. അപ്പോൾ ബാലനെ ചിലപ്പോൾ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. കോടതി പിതൃത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടെന്ന് വന്നേക്കാം. വലിയൊരു നിയമയുദ്ധം വേണ്ടി വന്നേക്കും. എങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ആ വഴിക്ക് തന്നെ നീങ്ങ സാറേ. ഈ വിവരങ്ങൾ ഞാൻ മനസ്സിജമ്പായി ആയിട്ടൊന്ന് ആലോചിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇപ്പം എന്തായാലും പോലീസിൻ്റെ വല അധികം മുറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്താവും. ഞാൻ പറഞ്ഞല്ലോ, സീതയുടെ പരാതിന്മേൽ കൂടുതൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ബാലനായിരിക്കും പ്രതി. പിന്നെ കുട്ടിയുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ തർക്കമുള്ള സ്ഥിതിക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടുന്നത് മിക്കവാറും കുട്ടിമണിക്കും മനസ്സുജനുമായിരിക്കും. പക്ഷെ അതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. പിന്നെ സീതയുടെ യഥാർത്ഥ കുഞ്ഞിനെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം വേണ്ടിവരും. ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ്. കാടാണ് സുരക്ഷിതം. ശരി സാർ. ബായി പിച്ചള ഹാജർ. എവിടെ പോയി കിടക്കായിരുന്നു പിച്ചള ഇത്ര നേരം? വഴി പോലീസിന്റെ കയ്യിലെങ്ങാനും പെട്ടോന്നായിരുന്നു എന്റെ പേടി. പോലീസോ പട്ടാളോ ആരും ഇനി എന്നെയും ബായിനെയും ഒന്നും ചെയ്യില്ല. അതിനുള്ള വിവരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ബായി, മനുഷ്യന്മാർക്കിടയിൽ ദൈവമുണ്ട്, ചെകുത്താനുണ്ട്. ശിവയും മതികലയും ചെകുത്താന്മാരാ. അവരുടെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാൻ വേണ്ടി ദൈവമായിട്ട് മഹാദേവൻ തമ്പി അവതരിച്ചു. മഹാദേവൻ തമ്പിയോ? മഹാദേവൻ തമ്പി എവിടെ അവതരിച്ചു എന്നാ പിച്ചള പറയുന്നത്? ബായി, നിങ്ങളിപ്പ കാൽ കാശിന് വിലയില്ലാത്ത ദരിദ്രനല്ല, കോടീശ്വരനാ കോടീശ്വരൻ. എന്റെ പിച്ചളെ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. എന്നാ ബായി കേക്കാൻ തയ്യാറായിക്കോ? മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചേ പിത്തലെ പോലീസ് എന്റെ പെണ്ണു കൂട്ടു പറഞ്ഞൂടാ. അപ്പൊ പിത്തലെ കാറ്റിൽ പോയിട്ടേ കാട്ടാനെ കണ്ടോ? കുട്ടി പറഞ്ഞു ഇവിടെ നിറയെ കാട്ടാനെയാന്ന്. ഞാൻ കാട്ടാനെ കാണാൻ പോയെന്ന് ഈ മനുഷ്യൻ എന്നെ വായിക്കോ. ഞാൻ കാട്ടാനെ ഒന്ന് കാണാൻ പോയെന്ന് വെച്ച് കാട്ടാൻ എന്നെ എന്ത് കാട്ടാനാ? എന്റെ പൊന്നു കുട്ടിമണി പെങ്ങളെ, ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് കാട്ടാനേന്റെയും കുഴിയാനേന്റെയും എല്ലാ കഥകളും പറഞ്ഞുതരാം. ഞാൻ ഏറ്റു കുട്ടിമണി പെങ്ങളെ, ഞാൻ ഏറ്റു. പകുതിയിൽ നിർത്താതെ പറവിച്ചളെ. ഞാൻ ഇവിടുന്ന് മലയിറങ്ങി ഒരു പാണ്ടിലോറി കയറി വയലോരം വീട്ടിലെത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കുട്ടിമണി പെങ്ങള് അകത്തു പോ. പറ്റിയാലേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ. എന്റെ ബായി, മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പി വയലോരം വീട്ടിൽ വന്നിരുന്നു. മഹാദേവൻ തമ്പിയുടെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്കും കുട്ടിമണിക്കും നിങ്ങളുടെ കുഞ്ഞുമണിക്കും എഴുതിവെച്ച സർക്കാരിന്റെ മുദ്രപത്രവുമായി. അതെന്താ പിച്ചളെ തമ്പി സാർ അങ്ങനെ ചെയ്തേ? അതൊന്നും എനിക്ക് അറിയില്ല ബായി. മതികല ചെയ്ത പാപത്തിന്റെ പ്രായച്ചിത്തമായിരിക്കും. ഈ കാതാണ് സത്യം. ഞാനിത് വയലോരം വീട്ടിൽ നിന്ന് അറിഞ്ഞതാണ്. എന്റെ ബായ്, മനുഷ്യർക്കിടയിൽ ചില നേരത്ത് ചില ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലൊരു പ്രത്യക്ഷപ്പെടല ഇത്. എഴുതി രജിസ്റ്ററാക്കിയ ആധാരം കൊണ്ടോന്ന് തമ്പി സാറ് രവിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കാലാബായി, നിങ്ങളുടെ കാലം. എന്തായാലും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പിച്ചളെ. എത്ര സ്വത്ത് കിട്ടിയാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ വയലോരം വീട്ടിലെ അമ്മയുടെ ജീവൻ. ഇതിലെന്തോ ദുരൂഹതയുണ്ട് പിച്ചളെ. തൽക്കാലം ഇതറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. നമുക്കറിയില്ലല്ലോ ദൈവങ്ങൾക്കിടയിൽ ചെകുത്താനുണ്ടോന്ന്. ആദ്യം അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ടേ കാടിറങ്ങാവൂ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ ഉള്ളൂ ബായി. നാട്ടിൽ നിന്ന് മനസ്സിൽ ഞാൻ കാട് കയറിയത്
പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരിക്കലും അങ്ങനെ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ബായ് പറഞ്ഞാലും ഇല്ലെങ്കിലും ആലോചിച്ചിട്ട് ഇനി നമ്മൾ എന്തും തീരുമാനിക്കുന്നു. ബായ് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് തല തണുപ്പിച്ചിട്ട് വരാം. ആ പൊന്നമ്പലം, എന്തായി അവിടുത്തെ കാര്യങ്ങള്? എനിക്കിവിടുന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റില്ല, അത്രയും പ്രശ്നങ്ങളാ. വക്കീൽ സന്താനത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വിളിച്ചു, ഒന്ന് തിരിച്ചു വിളിക്കാൻ പറ പൊന്നമ്പലം. വെയിറ്റ് ചെയ്യാന്ന് പറ. ശരി, ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ മൈലനെ കാണണമെന്ന് പറഞ്ഞത്? അത് മാഡം, വയലോരം വീട്ടിലെ ബാലണന്റെ അവസ്ഥ ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കും. രാത്രിയില് വണ്ടി എടുത്ത് പുറത്തു പോകാൻ വരെ തുടങ്ങി. ചിലപ്പോഴൊക്കെ അസ്ഥിത്തിരക്ക് മുന്നിൽ ചെന്ന് കിടക്കും. ഇപ്പൊ ഒരു വൈദ്യര് വന്ന് ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. സീതയെടുത്ത് തിരിച്ചു വന്ന കുറച്ച് ആശ്വാസമാവുന്ന വൈദ്യര് പറഞ്ഞത്. സീതയും വീട്ടുകാരും വിവരങ്ങളൊക്കെ അറിയിച്ചോ? ഞാനും അമ്മയും കൂടി പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മാഡം. പക്ഷേ സീതക്ക ഒന്നും കേൾക്കുന്നില്ല. കുട്ടിമണിയുടെ കുഞ്ഞ് സീതക്കാടതാണെന്നാ പറയുന്നത്. അതിന് ബാലണ്ണം മോഷ്ടിച്ചു കൊടുത്തതാണെന്ന്. പിന്നെ ബാലണ്ണന്റെ അസുഖം അഭിനയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. മരിച്ചാലും വയലോരം വീട്ടിലേക്ക് വരില്ലെന്നാ പറയുന്നത്. അതിന് അവരെ കുറ്റപ്പെടുത്താനാവില്ല മൈലേ. ഒരമ്മയെന്ന നിലയ്ക്ക് മുലപ്പാൽ കൊടുത്തു വളർത്തിയ സീതയ്ക്ക് വളരെ പെട്ടെന്ന് അത് സ്വന്തം കുഞ്ഞല്ല എന്ന് വിശ്വസിക്കാനാവില്ല. സീതയ്ക്കെന്നല്ല, ഒരു സ്ത്രീക്കും അതിന് കഴിയില്ല. വിശ്വസിപ്പിക്കാൻ ഒരു വഴിയുണ്ട് മാഡം. പക്ഷേ അതിന് മാഡം തന്നെ മുൻകൈ എടുക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ മയിൽ ഉദ്ദേശിക്കുന്നത്? തെളിച്ചു പറ. ആ നേഴ്സ് ഉണ്ടല്ലോ, സുവർണ, ആ സിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, കുഞ്ഞിനെ മാറ്റിവെക്കാൻ ഡോക്ടറുടെ കൂടെ നിന്നവള്, അവളെ കൊണ്ട് സീതക്കാവോട് പറയിപ്പിക്കണം. അവള് പറഞ്ഞ സീത വിശ്വസിക്കുന്നെന്താ ഉറപ്പ്? മാത്രമല്ല, കുഞ്ഞിനെ തട്ടിയെടുത്ത് ഇപ്പോ ഒളിവിൽ പോയിരിക്കുന്ന പൈതൽ മേരിയും വർഗീസും സീതയുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ, എന്നിട്ടും വിശ്വസിച്ചില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു നേഴ്സ് വിചാരിച്ച നടക്കും? നടക്കും മാഡം. കാരണം ഗീവർഗീസിനെയും പൈതൽ മേരിയെയും സീതക്കാക്ക് അറിയില്ല. അവര് വന്ന് കള്ളം പറഞ്ഞതാണെന്ന് സീതക്ക അങ്ങ് വിശ്വസിച്ചു. പണം കൊടുത്ത് അവരെ കൊണ്ട് പറയിച്ചതാണെന്ന് സീതക്കാടെ വീട്ടുകാരും പറഞ്ഞു. അപ്പോ അതുപോലെയല്ലേ ഇതിനെ അവര് കരുതും? ഇത് അങ്ങനെയല്ല മാഡം. സീതക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് മുതൽ സുവർണയാണ് കൂടെ നിന്നത്. അവളെ സീതക്കാക്ക് അറിയുകയും ചെയ്യും. പ്രസവ സമയത്ത് പോലും സുവർണയും ഡോക്ടറും ഒപ്പം ഉണ്ടായിരുന്നതല്ലേ. അപ്പോ കാര്യം പറഞ്ഞ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞത്. മാഡം വിചാരിച്ച ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഞാനൊന്ന് ശ്രമിക്കാം. ഏതായാലും നാളെ തന്നെ നേഴ്സിനെ കാണാം. മറ്റാരും തൽക്കാലം ഇതറിയണ്ട. ഞാനൊന്ന് പേഴ്സണലായി പോയി കണ്ട് സംസാരിക്കാം. മാന്യമായി പറഞ്ഞാൽ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ സംസാരം പോലീസ് ഭാഷയിൽ തന്നെ അങ്ങ് ആക്കിയേക്കാം. ഒരു ഭയപ്പെടുത്തൽ. പിന്നെ സീതയുടെ വീട്ടുകാരെ പരാതിയുമായി മൂവ് ചെയ്യുന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അയ്യപ്പൻകുട്ടി സാറിനെ കാണാൻ പോവാം. SP ഓഫീസിലും പോണം. അപ്പോ ഞാൻ നാളെ തന്നെ സുവർണയെ കാണാം. ഓക്കെ? താങ്ക് യു മാഡം. സർ, ഞാൻ ഓഫീസിലില്ല. ഓക്കെ സർ, ഞാൻ വന്നോളാം സർ. CD അയച്ചിട്ടുണ്ട്. FIR കോപ്പിയും കൊടുത്തിട്ടുണ്ട്. ആ കേസ് 15-ാം തീയതി പരിഗണിക്കും. 324 പൊട്ടലുണ്ട്. വേണമെങ്കിൽ 326 ചേർക്കാം. ഓക്കെ സർ.
ഹലോ, സുവർണയല്ലേ? ഞാൻ ടൗൺ CI മുംതാസാണ്. നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? അത്യാവശ്യമായിട്ട് നിങ്ങൾ എനിക്കൊന്ന് കാണണം. സ്റ്റേഷനിലേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാ, വേദനിപ്പിക്കാതെയുള്ള ഒരു ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ കൊണ്ട് ഫലമുണ്ടായില്ലെങ്കിൽ ഒരു ചെറിയ സർജറി വേണ്ടിവരും. ഇഞ്ചക്ഷൻ വേണോ സർജറി വേണോ എന്ന് മോള് തീരുമാനിക്ക്. അപ്പോ 4 മണിക്ക് ഞാൻ എത്തും, മറക്കണ്ട. ഇനി മറക്കണമെന്ന് തോന്നിയാൽ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അമ്മേ, മോളെ നീ ഇനി വന്നോ? ബാലന് ഭക്ഷണം കഴിച്ചില്ലേ അമ്മേ? ഇല്ല, ഞാൻ വന്നപ്പോ ബാലൻ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴാ കൊണ്ടുവന്നത്, ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ല അമ്മ, അത് പിന്നെ സീതക്കാടെ വീട്ടിൽ നമ്മൾ പോയത് ഇപ്പൊ ബാലനോട് പറയണ്ട. ഇപ്പൊ പറഞ്ഞ സീതക്ക വരാത്തതിന് ബാലനെ വിഷമിക്കും. നാളെയാണ് പോന്നതെന്ന് പറഞ്ഞാ മതി. മോനെ ബാല, നീ ഇത് കഴിക്കും മക്കളെ. എനിക്കിപ്പോ വേണ്ട അപ്പച്ചേമ്മേ. അല്ല, നിങ്ങൾ സീതയെ കാണാൻ പോയില്ലേ? അവളെന്താ വരാത്തത്? അല്ല, അത് പിന്നെ ഞങ്ങള് പോയില്ല ബാലണ്ണ, നാളെ പോകുന്നുള്ളൂ. ബാലണ്ണ ഭക്ഷണം കഴിക്കി, എന്നാലേ നാളെ ഞങ്ങൾ സീതടുത്ത് വിളിക്കാൻ പോവുള്ളൂ. അതെന്താ നിങ്ങൾ ഇന്ന് പോകാത്തത്? പോയി വിളിച്ചോണ്ട് വാ. അവള് വന്നിട്ട് ഞാൻ കടയിൽ പോകുന്നുള്ളൂ. രവിയണ്ണൻ ഇപ്പൊ കടയിൽ പോയിരിക്കല്ലേ? ബാലണ്ണ കഴിക്കി, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. വിശപ്പ് തോന്നുന്നില്ല മോളെ. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് കഞ്ഞി തന്നാ മതി. എന്നാ ഞാൻ ഇപ്പൊ കഞ്ഞി എടുത്തോണ്ട് വരാം. ചെല്ലുമ്മ. ബാലണ്ണ, നാളെ ഞാനും അമ്മയും കൂടി സീതക്ക കാണാൻ പോവും. പക്ഷെ സീതക്ക വന്നില്ലെങ്കിലോ? അതെന്താ അവള് വരാത്തത്? എനിക്ക് വയ്യാതിരിക്കുമ്പോഴല്ലേ എന്നോടൊപ്പം വേണ്ടത്. ഞാൻ അവളെ വിളിക്കാൻ പോയ കാര്യം ആകെ വഷളാവും. ആ നകുലനുണ്ടല്ലോ, അവനും അവന്റെ അച്ഛനും അവളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പോവാം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ സീതക്ക വരും. എത്രയൊക്കെ ദേഷ്യവും വെറുപ്പും പുറത്ത് കാണിച്ചാലും സീതക്കാടെ ഉള്ളിന്റെ ഉള്ളിൽ ബാലണ്ണനോട് സ്നേഹമുണ്ട്. അതെനിക്കറിയാം. സ്നേഹം മനസ്സിൽ അടക്കി പിടിച്ചു വെക്കാനുള്ളതാണോ? അത് പങ്കിടാനുള്ളതല്ലേ? മോള് പോയി അവളെ കാണും. വയലോരം വീട്ടിലേക്ക് വരാൻ പറ. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. അത് ഞാൻ കണ്ടെത്തും. അതിനാരുടെ സഹായം എനിക്ക് വേണ്ട. ബാലിനറിയാം ബാലിന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ. ഞാൻ ചെയ്തത് ശരിയാ. കുട്ടിമണിയുടെ കുഞ്ഞിനെ തന്നെയാ ഞാൻ എടുത്തു കൊടുത്തത്. അത് സീതയ്ക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്നോട് ആ ഡോക്ടർ പറഞ്ഞു, എന്നോട് നേരിട്ട് പറഞ്ഞു. പിന്നെ ആ കള്ളം വർഗീസും പൈതൽ മേരിയും പറഞ്ഞു. അങ്ങനെ സത്യം ബോധ്യമായിട്ടാ ഈ ബാലം കുഞ്ഞിനെടുത്ത് കുട്ടിമണിക്ക് കൊടുത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് സീതയ്ക്ക് വിശ്വസിക്കാൻ വയ്യ. എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തും. എന്നിട്ട് സീതയുടെ മുമ്പിൽ കൊണ്ടേ കൊടുക്കും. അന്ന് അവളെ മനസ്സിലാക്കുമല്ല. എല്ലാം നമുക്ക് ശരിയാക്കാൻ ബാലണ്ണ. ബാലണ്ണ മുഖവും കയ്യും കാലും ഒക്കെ കഴുകിട്ട് വാ. കഞ്ഞി ഇപ്പൊ കൊണ്ടുവരും. എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ബാലണ്ണ, കുഞ്ഞുവച്ചേ നല്ല പനി, ദോശക്കല്ല് പോലെ പൊല്ലുവാ. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കി, പനി കുറയുന്നില്ല. കുഞ്ഞിനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകുന്നതാ നല്ലത്. ഞാനും വരാം മനുഷ്യ. എങ്ങോട്ട്? അതൊന്നും വേണ്ട കുട്ടു, നീ ഇവിടെ തന്നെ നിന്നാ മതി. എന്നെ കൊണ്ടുപോവാ മനുഷ്യ. കുഞ്ഞു മേടിച്ച് മരുന്ന് കൊടുക്കണേ, എനിച്ചും കാണണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടു? നോക്ക്, സിറ്റിയിലേക്കാ ഞാൻ പോകുന്നത്. അവിടെ ശിവയും പോലീസും ഒക്കെ ഉണ്ടാവും. അയ്യോ, കണ്ടംപൂച്ചയും പോലീസോ? അതെ, അവരെങ്ങനെ നിന്നെ കണ്ട? അയ്യോ, എന്നെ വരുന്നില്ല മനുഷ്യ. മനുഷ്യൻ പറയാൻ വേണ്ടി കണ്ടംപൂച്ച എന്നെ കണ്ടാലേ കൊല്ലും. കുഞ്ഞാനി മോളെ, നീ പോയിട്ട് വന്നാ മതിയേ കേട്ടോ. ആശുപത്രി ചെല്ലുമ്പോ മരുന്ന് കഴിയും, കുട്ടിയും വച്ചും.
കുത്തി വെച്ചുമ്പോ എന്റെ കുഞ്ഞുമണി മോള് കരയല്ലേ. മുത്തേ, നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. ഏത് നിമിഷവും ശത്രു ഇവിടെ വരാം. ഞാൻ നോക്കിക്കൊള്ളാം. ഈ പടിക്കകത്ത് കയറുന്നവന്റെ കാല് ഞാൻ വെട്ടും. പിന്നെ കണ്ണുപൂച്ചനെ കാര്യമാണോ മനുഷ്യ? അവൻ ഇവരെ വരുവോ? കുട്ടു, ഇവിടെ ആരും വരത്തില്ല. വഴി ചോദിച്ചാ പറഞ്ഞു കൊടുക്കല്ലേ മനുഷ്യ, എന്നെ കൊല്ലും. ഒന്നും പറ്റില്ല കുട്ടു, ധൈര്യമായിട്ടിരിക്കും. മുത്തേ, ഞാൻ പിച്ചളയും കൂട്ടി പോവാം. ഇവിടുന്ന് പുറത്തൊന്നും പോകരുത് കേട്ടോ. ഇല്ല കുഞ്ഞോനെ. മുത്തി ഈ മരുന്ന് കൊടുത്താൽ മതി. കുറഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ശരി ഡോക്ടർ. ഹലോ, ഞാനാടാ കണ്ട പൂച്ച. എങ്ങനെയുണ്ട് കുഞ്ഞിന് പനി? കുഞ്ഞും നീയും ആശുപത്രി. അപ്പോ വീട്ടിൽ അവള് മാത്രമായിരിക്കും അല്ലേ നിന്റെ കുട്ടിമണി? നീ ഇപ്പൊ എവിടെയാ? നിന്റെ പുറകെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും പിറകെ. നീ ഇല്ലാത്ത നേരം നോക്കി ചെന്നാലല്ലേ കുട്ടിമണിയെ തനിച്ച് കാണാൻ പറ്റൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ കുട്ടിമണിയെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടാ? എടാ, കുട്ടിമണിയെ മാത്രമല്ല എല്ലാവരെയും ഞാൻ ഉപദ്രവിക്കും. നിനക്കിനി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതിനുള്ള പണി എനിക്കറിയാം. കഞ്ഞിവെള്ളം വാങ്ങിച്ചിട്ടുണ്ട് ബായ്. പാലൊന്നും കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അല്ല, എന്താ മുഖമല്ലാതിരിക്കുന്നു? അവൻ ആ ശിവ പിന്നെയും വിളിച്ചോ? വിളിച്ചത് മാത്രമല്ല പിച്ചളെ, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവന് കൃത്യമായിട്ട് അറിയാം. അതിന്റെ അർത്ഥം എന്താ? അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടെന്നല്ലേ? ഇങ്ങനെ പേടിച്ചാലോ ബായ്? അവൻ പുറകെ വരട്ടെ. അതിനുവേണ്ടിയാണല്ലോ അവൻ ജയിൽ ചാടിയത്. അവന് നമ്മൾ പിടികൊടുക്കാതിരുന്ന പോരെ. എനിക്ക് പേടിയുണ്ടായിട്ടല്ല പിച്ചളെ, അവിടെ കുട്ടിമണി തനിച്ച. അവളെ അവൻ ഉപദ്രവിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാൻ അവന് പറ്റില്ല ബായി. നമ്മൾ താമസിക്കുന്ന സ്ഥലമൊന്നും കണ്ടുപിടിക്കാൻ അവന് ഇനിയും പറ്റിക്കാണില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ആ സ്ഥലം കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട ഈ ഫോണിൽ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. ഇങ്ങനെ പോയാൽ കണ്ടുപിടിക്കില്ലേ? എളുപ്പല്ല ബായി. അത് നാടല്ല, കാടാ. അത് മറക്കണ്ട. എനിക്കൊരു സ്വസ്ഥതയില്ല പിച്ചളെ. കുട്ടിമണിക്ക് എന്തെങ്കിലും പറ്റിയ? ഒന്നും പറ്റില്ല. 100 പറപ്പിച്ച് ഞാൻ അവിടെ എത്തിക്കില്ല. ശിവയല്ല, അവന്റെ അച്ഛൻ വിചാരിച്ച പോലും നമ്മുടെ വണ്ടീനെ പിന്തുടരാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കും, ഒരു കുഴപ്പവും വരില്ല.